ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു സകല തിന്മകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നതിനും, യേശു ക്രിസ്തു സകല തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതിനും, സത്പ്രവൃത്തികളിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനും നമ്മെ പ്രതി അവിടുന്ന് തന്നെ സമർപ്പിച്ചു. അപ്പോൾ ഈശോ തന്നെ സമർപ്പിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായിരിക്കുന്നത്. സത്പ്രവർത്തികൾ ചെയ്യുവാൻ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്നതും സകല പാപത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ മോചിപ്പിക്കുന്നതും സത്പ്രവർത്തികൾ ചെയ്യുവാൻ തീഷ്ണതയുള്ള ഒരു ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികളോടൊന്നുമല്ല നമ്മൾ സത്പ്രവൃത്തികൾ ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ടും ദൈവത്തിനായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടും ആ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രയോജനരഹിതനായ ദാസൻ എന്നൊരു മനോഭാവം നമ്മളിൽ ഉയരട്ടെ. നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ സമർത്ഥമായി ഉള്ളതുകൊണ്ടാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചിന്ത ഈ കൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എനിക്ക് സ്വർഗരാജ്യം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ സ്വർഗം എനിക്ക് വേണ്ടി അടച്ചു കളയണം. അല്ല, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ എനിക്ക് വേണ്ടി സ്വർഗം തുറന്നു തരണം. നമ്മളെവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശോയോടുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതാർക്കും എടുത്ത് കളയാൻ പറ്റുന്നതല്ല. എൻ്റെ ജീവനെ പലർക്കും നശിപ്പിക്കാൻ പറ്റിയേക്കാം, എന്നാൽ എൻ്റെ ഉള്ളിലുള്ളവനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹവും സത്പ്രവർത്തികളിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി തീരുവാനും നമ്മൾക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.